ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആയിരുന്നു. മുകളിൽ എംബ്രോയിഡറിയും താഴെ 2 കട്ട് പീസ് ആയിട്ടാണല്ലേ പാറ്റേണിൽ പറയണ. അതിന്റെ പേരെന്താണ്? കർട്ടൻസ്. ഇത് ബ്ലോക്ക് പ്രിന്റഡ് കർട്ടൻസ്. ആണ്. ഇതാണ് പുതിയ ട്രെൻഡിൽ വന്നേക്കണല്ലേ. കൊള്ളാലോ, നല്ല റോയൽ ഫീൽ ഉണ്ടല്ലോ. വീടിന്റെ ഇന്റീരിയറിനൊക്കെ ഇട്ട് റിച്ച് ലുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഒത്തിരി ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോണ മോഡൽ കർട്ടൻസ് ആണ്. ഈവനിങ് ടൈം ആണെങ്കിൽ അത് ഫുൾ ആയിട്ട് കവറിങ് ചെയ്യുക. ഡേ ടൈമിന് ഷിയർ വരുന്ന രീതിയിൽ ചെയ്യാം. നല്ല ഭംഗിയുണ്ടാണ്. ഇത് നമ്മ ബെഡ് സെറ്റ് ചെയ്തേക്കണം. ഇത് നമ്മ ഒരു ബെഡ് കവറും പ്ലെയിൻ ബെഡ്ഷീറ്റും കുഷൻ കവേഴ്സും വെച്ച് സെറ്റ് ചെയ്തേക്കണതാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടാണ്. താങ്ക് യു. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാൻ ഇപ്പോൾ റോളർ ബ്ലൈൻഡ്സ് ഉണ്ട്, വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഉണ്ട്. അങ്ങനെ ബ്ലൈൻഡ്സുകളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്നാൽ നമ്മുടെ കർട്ടൻസിന്റെ, നമ്മുടെ ക്ലോത്തിന്റെ വിൻഡോ കർട്ടൻസ്, അതിന്റെ ഫാഷനും അതിന്റെ ട്രെൻഡും എപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കർട്ടൻ ക്ലോത്ത്സുകൾ, അതുപോലെ കർട്ടൻ സ്റ്റിച്ച് ചെയ്യണ മെത്തേഡുകൾ, ഇതിനെല്ലാം പറ്റിയൊരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കൊച്ചിയിലെ വൈറ്റ്ല ജംഗ്ഷനുള്ള ഡെക്കോർ ഡയറി എന്ന ഷോപ്പിൽ. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. ഡെക്കോർ ഡയറി കൊച്ചി വൈറ്റ്ല ഫ്ലൈ ഓവറിന് താഴെ ലെഫ്റ്റ് സൈഡിലാണ്. ആലുവയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്. ഡെക്കോർ ഡയറി ഞാൻ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് വന്നിട്ട് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുത്താണ്. അന്നത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള വീഡിയോസുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രേക്ഷകർ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇപ്പൊ മിനിഷ മേഡത്തിനടുത്ത് സംസാരിച്ചപ്പോൾ ഒരുപാട് പുതിയ കളക്ഷൻസ്, അതുപോലെ തന്നെ ഇവരുടെ ഷോറൂം കുറച്ചും കൂടി വലുതാക്കി, ഡിസ്പ്ലേ സെന്റർ വലുതാക്കി. അപ്പൊ അതിന്റെ ഡിസ്പ്ലേയും കൂടി, കളക്ഷൻസും കൂടി, പാറ്റേൺസും കൂടി. അപ്പൊ എന്തെല്ലാമാണെന്ന് ഒന്ന് വിശദീകരിച്ച് നമുക്ക് കാണാം. അതെ, കാണാം. പുതിയ ട്രെൻഡിലുള്ള കർട്ടൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ കണ്ടേക്കണ പ്രിന്റഡ് കർട്ടൻസ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണോ, അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്? ഇപ്പൊ എല്ലാരും കുറച്ചും കൂടി വിന്റേജ് അല്ലെങ്കിൽ കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ടൊക്കെയാണ് എല്ലാരും ചൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് റെഡി സ്റ്റോക്ക് ഇരിക്കണതും ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ബ്ലോക്ക് പ്രിന്റ് കർട്ടൻസ് കൂടുതൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഇരിക്കണത്. പിന്നെ നമുക്ക് എംബ്രോയിഡറി തന്നെ കർട്ടൻസും ഉണ്ട്, പിന്നെ ടെക്സ്ചേർഡ് തന്നെ കർട്ടൻസും ഉണ്ട്. അതുകൂടാതെ ജസ്റ്റ് സോളിഡ് കളേഴ്സ് തന്നെ, സോളിഡ് കളേഴ്സിന്റെ പല റേഞ്ചസിന്റെ ഉണ്ട്, പല ഷെയ്ഡ്സിന്റെ നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രിന്റഡ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്? അതെ, ഇതൊക്കെ നമുക്ക് ബ്ലോക്ക് പ്രിന്റ് എന്നതാണ്. ബ്ലോക്ക് പ്രിന്റിൽ തന്നെ നമുക്ക് സ്ക്രീൻ പ്രിന്റ് എന്ന മോഡലും ഉണ്ട്, കറക്റ്റ് ബ്ലോക്ക് പ്രിന്റ് എന്ന മോഡൽസും ഉണ്ട്. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് എന്ത് പ്രൈസ് വരും ഒരു ഡോർ കർട്ടന്റെ സൈസിൽ? ഇത് നമുക്ക് 850 റേഞ്ചിൽ തന്നെ കർട്ടൻസ് ആണ്. ഇതിന്റെ പ്രിന്റിങ് നോക്കുന്ന ഇതെങ്ങനെയാണ്? വാഷ് ചെയ്ത് ചെയ്യുമ്പോ പോകുക അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ? നമുക്ക് അങ്ങനെ കളർ ബ്ലീഡിങ്ങോ ഷ്രിങ്കേജിന്റെ ഇഷ്യൂസ് വരില്ല. പക്ഷെ നമുക്ക് കർട്ടൻസ് എല്ലാം ഡ്രൈ ക്ലീൻ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാം. ലാസ്റ്റിംഗ് കൂടണമെങ്കിൽ എപ്പോഴും ഡ്രൈ ക്ലീൻ തന്നെ ചെയ്യണം. ഫസ്റ്റ് വാഷ് എങ്കിലും മിനിമം നമ്മൾ ഡ്രൈ ക്ലീൻ തന്നെ ചെയ്യണം അല്ലേ? ഇതെല്ലാം നമ്മുടെ വീടിന്റെ ഇന്റീരിയർ മാച്ചിങ് ഉള്ള രീതിയിലാണ്. ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആയിരുന്നു. മുകളിൽ എംബ്രോയിഡറിയും താഴെ 2 കട്ട് പീസ് ആയിട്ടാണല്ലേ? അതെ. കൊള്ളാം. ഇതിനധികം പ്രൈസ് ഉണ്ട് ഈ ഒരു കർട്ടന്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു 1550 ആണ്. 1550 അല്ലേ? അപ്പൊ ഇതിന്റെ വർക്കുകൾ ഉള്ളിട്ട് അതിന്റെ പ്രൈസ് കൂടുതൽ അല്ലേ? ഇതും കൊള്ളാം, ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇപ്പൊ പ്രിന്റിങ്ങിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ പാറ്റേൺസ് ഇതാണല്ലേ? അപ്പൊ വീടിന്റെ ഇന്റീരിയറിന് മാച്ചിങ് ഉള്ള രീതിയിൽ ഇന്റീരിയർ ഡിസൈനർ പറഞ്ഞ കോൺസെപ്റ്റിലുള്ളത് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ ബ്ലോക്ക് പ്രിന്റഡ് കർട്ടൻസ് ആണ്. ഇതെല്ലാം ടെക്സ്ചേർഡ് തന്നെ കർട്ടൻസ് ആണ്. ഇതെല്ലാം നമ്മള് ലിവിംഗിലും ബെഡ്റൂംസിലെല്ലാം ഔട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡൽസ് ആണ്. ഇതെല്ലാം കാണുന്ന ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നമുക്ക് ഈ ഒരു സെക്ഷന്റെ ഒക്കെ കർട്ടൻസ് നമുക്ക് 850 റേഞ്ചിൽ തന്നെതാണ്. പിന്നെ എംബ്രോയിഡറി മോഡൽസ് ആണല്ലേ? അതെ. കൊള്ളാം. താഴെ വരുന്ന എംബ്രോയിഡറി വരുന്നത്. അതെ, നമുക്ക് റേറ്റ് കൂടും അല്ലേ? പിന്നെ നമുക്ക് ഈ ഇരിക്കണതെല്ലാം 9 ഫീറ്റ് കർട്ടൻസ് ആണ്. ഓ, ഇത് കൊള്ളാലോ. ഈ കർട്ടൻ കാണിച്ചേ. എന്ത് ഭംഗി കാണാനായിട്ട്. യെസ്, അത് ആ ഫ്ലീറ്റും കൂടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി അറിയാൻ പോകുന്നത്. കൊള്ളാം. ഇപ്പൊ ഏതെടുക്കുന്നൊരു കൺഫ്യൂഷൻ വരുമല്ലോ, അത്രയ്ക്കും വ്യത്യാസമാണ് അതിന്. ഇതും പ്രിന്റഡ് ആണല്ലേ? അല്ലേ? ഇത് എംബ്രോയിഡറി കൊള്ളാം.
ഇത് താഴെ ഒപ്പേക്ക് വരുന്ന ഇത് നമുക്കൊരു 9 ഫീറ്റ് റെഡി സ്റ്റോക്ക് ഇരിക്കണ കാട്ടുക. 9 ഫീറ്റിൽ. അതെ. സാധാരണ രീതിയിൽ നമുക്ക് എത്ര ടൈം എടുക്കും അത് കസ്റ്റമറിന് പ്രൊഡക്റ്റ് കിട്ടാനായിട്ട്? നമുക്ക് ഇരിക്കണ കർട്ടൻസിൽ നമുക്ക് ലെങ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, ലെങ്ത് കൂട്ടാൻ പറ്റില്ല, നമുക്ക് ഓൾട്ടർ ചെയ്ത് കുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് 7.5 ഫീറ്റിന്റെ 9 ഫീറ്റിന്റെ കർട്ടൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ. ഇപ്പൊ എപ്പോഴും ഹൈറ്റ് കൂടിയ കർട്ടൻസ് ആണ് ഇപ്പൊ ഒരു ട്രെൻഡ്. അതെ അതെ, വോൾ ടു വോൾ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ റൂഫ് ടു ബോട്ടം ആയിട്ടുള്ള മോഡൽസ്. അതായത് ഒരു 9 ഫീറ്റ് ഹൈറ്റിലുള്ള കർട്ടൻസ് ഇപ്പൊ ട്രെൻഡ് ആണല്ലോ. അതെ അതെ അതെ. ഒരു ഹോട്ടൽസിലൊക്കെ അങ്ങനെയുള്ള 9 ഫീറ്റ് ഹൈറ്റിൽ കൊള്ളാലോ. നല്ല റോയൽ ഫീൽ ഉണ്ടല്ലോ വീടിന്റെ ഇന്റീരിയറിനൊക്കെ ഇട്ട് റിച്ച് ലുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്ക് ഒത്തിരി ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോണ മോഡൽ കർട്ടൻസ് ആണ്. എംബ്രോയിഡറി എന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് വെച്ചാൽ നമുക്ക് കാറ്റലോഗ്സ് ഉണ്ട് എംബ്രോയിഡറി ഫാബ്രിക്സിന്റെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം, കസ്റ്റമറിന്റെ ഇഷ്ടത്തിനും തീമിനനുസരിച്ച് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് ബേസ് കർട്ടൻസും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ, ഈ ഒരു സാധനം വേറെ എവിടെയും കിട്ടൂല. അത് നിങ്ങൾക്ക് മാത്രമുള്ള മോഡലാണ്. അതെ അതെ അതെ. ഇതും കൊള്ളാം. ഇതിന്റെ ഒരു എന്താ പറയുക, ട്രോപ്പിക്കൽ സ്റ്റൈൽ പാറ്റേൺ അല്ലേ? അതെ അതെ. നമുക്ക് ഒത്തിരി നാളായിട്ട് നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോണ കർട്ടൻസ്, എന്നും ഈ ട്രെൻഡ് നിൽക്കുന്ന ഒരു മോഡലല്ലേ? അതെ. ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് ഈ കർട്ടൻസ് ചോദിച്ച്. ഇത് കൊള്ളാം. ഇത് എന്ത് പ്രൈസ് ഉണ്ട് ഇതിന് ആദ്യം കാണിച്ചത്? ഇതിന് നമുക്ക് 1850 ആ റേഞ്ച് ആണ് നമുക്ക് വന്നത്. നല്ല കട്ടിയുണ്ടല്ലോ, പ്യൂർ കോട്ടൺ. അതെ അതെ, കോട്ടന്റെ ആണ് വന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാലേ ഒരു റിച്ച് ലുക്ക് ഉണ്ട്. ഈ കർട്ടൻ നമുക്ക് ഒപ്പേക്കിലും ചെയ്യാം, ഷിയറിലും ചെയ്യാം. ടോപ്പ് എംബ്രോയിഡറി നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പൊ കസ്റ്റമറിന് ഒപ്പേക്കാണ് ഇഷ്ടമെങ്കിൽ ഒപ്പേക്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും, ഷിയറിലും ചെയ്ത് കൊടുക്കും. അത് എംബ്രോയിഡറിയുടെ ബേസ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാം കസ്റ്റമറിനെ. ഇത് കിഡ്സ് റൂമിലൊക്കെ എല്ലാരും കൊണ്ടുപോകുന്ന മോഡലാണ്. ഇതും അതെ, ഈ ഒരു ഡിസൈനും അതെ, കിഡ്സ് റൂമിലോട്ടൊക്കെ എല്ലാരും കൊണ്ടുപോകുന്ന ഡിസൈൻസ് ആണ് ഇതെല്ലാം. യെസ്, കൊള്ളാം. ഇത്തിരി ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള കളർ പാറ്റേൺ, ഇതെല്ലാം കൊള്ളാം. പിന്നെ ഇതൊക്കെ ഇന്നർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒപ്പേക്ക് കർട്ടൻസിന്റെ ഇന്നർ കർട്ടൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ശരിക്കും നല്ലൊരു ക്വാളിറ്റി കർട്ടൻ, നല്ല ഫിനിഷിംഗ് ഒരു കർട്ടൻ ഇട്ടാൽ തന്നെ വീടിന്റെ ഇന്റീരിയറിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലെ? അതെ അതെ. നമുക്ക് ഇതൊക്കെ ഫ്ലോറൽ പാറ്റേണിൽ തന്നെതാണ്. ഈ സെയിം പ്രിന്റ് തന്നെ നമുക്ക് ഒപ്പേക്കിലും ചെയ്യാം, ഷിയറിലും ചെയ്യാം. ഷിയറിലും ചെയ്യാം, ഒപ്പേക്കിലും ചെയ്യാം. നമുക്ക് ഈ സെയിം തന്നെ ഷിയറിലും ഒപ്പേക്കിലും ചെയ്യാവുന്നതാണ്. മുകളിലും താഴെ വന്ന ഡിസൈൻ വന്നേക്കുന്നത്. അതെ അതെ. നമുക്ക് ഇതിന്റെ തന്നെ പല പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടാണ്. താങ്ക് യു. ഇപ്പൊ വീടിന്റെ ഇന്റീരിയർ ഏതാണ് ആ കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാലോ, നല്ല ഒരു കൂടുതൽ പ്രകാശം ലഭിക്കുന്ന രീതിയിലുള്ള കർട്ടൻസ് ആണ്. ഇതിന്റെ ഒരു ഇതാണ്, രണ്ട് സൈഡും ഡാർക്കും സെന്ററിൽ ഇതായിട്ട് അത് ഷിയർ ആയിട്ട് ഉപയോഗിക്കണല്ലേ? അതെ അതെ. നമുക്ക് ഈ മോഡലൊക്കെ നമുക്ക് ഒരു ലിവിങ്ങിലോട്ടൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ഡേ ടൈമിലാകുമ്പോ ഒപ്പേക്ക് നീക്കിയിട്ട് നമുക്ക് ഇന്നർ മാത്രമായിട്ട് വെക്കാന്നല്ല. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ കവേർഡ് ആയിട്ട് വെക്കാം. അതെ, ലിവിംഗ് റൂം ഫുള്ളി കവേർഡ് ആയിട്ട് വെക്കും. കൊള്ളാം. ഇപ്പൊ ഈവനിങ് ടൈം ആണെങ്കിൽ അത് ഫുള്ളായിട്ട് കവറിങ് ചെയ്യുക, ഡേ ടൈമിന് ഷിയർ വരുന്ന രീതിയിൽ ചെയ്യാം. നല്ല ഭംഗിയുണ്ടാണ്. അപ്പൊ ഇവിടേക്ക് വരാൻ നേരത്ത് അതിലും ബെറ്റർ ആണല്ലോ. ഒരു പ്രത്യേക ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ, എന്റെ കളർ കോമ്പിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസൈൻസ് നമുക്ക് ഒപ്പേക്കിലും ചെയ്യാം, ഷിയറിലും ചെയ്യാം. ഈ ഡിസൈൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇത് വന്നത്. ഓക്കെ, കട്ടിയുണ്ട് ടോപ്പിലേക്ക് വരുന്നത്, ഇത്തിരി തിക്നെസ് കുറവാണ്. പക്ഷെ ആ ഒരു ലൈറ്റ് പാസേജ് ഉണ്ട്, എന്തില് എന്താ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ്. അതെ, കൊള്ളാം. മുകളിൽ ആ പാറ്റേൺ നല്ല കോമ്പിനേഷൻ ഉണ്ട് എന്റെ താഴേക്ക് ആയിട്ട്. ഇതിലേക്ക് തരാൻ നേരത്തെ ഇത് വരുന്നത് പ്രിന്റഡ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഒപ്പേക്ക് ബ്ലോക്ക് പ്രിന്റ് വന്ന മോഡൽ കർട്ടൻസ് ആണ് ഇതെല്ലാം. താഴേക്ക് വരുമ്പോൾ പ്രിന്റ് വ്യത്യാസം ഉണ്ടല്ലേ? ബോർഡർ വന്ന മോഡലാണ്. താഴെ ഒരു ബോർഡർ മോഡല്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ അറ്റത്ത് കിടക്കണ ഇതെല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് വന്ന ഒപ്പേക്ക് കർട്ടൻസ് ആണ്. ഇത് നമുക്ക് ഒരു 800, 600 ആ റേഞ്ചിൽ നമുക്ക് വരുന്ന. ഇത് നമുക്ക് എംബ്രോയിഡറി വന്ന കർട്ടൻസ് ആണ്. ഇത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള മോഡൽ. ഇത് ഫുള്ളി എംബ്രോയിഡറി ആണല്ലോ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ലിവിംഗില് ഈ ഒരു കോട്ടൺ മാത്രം ഇട്ടാൽ തന്നെ നല്ലൊരു എലഗന്റ് ആയിട്ട് നിന്നോളൂ. വേറൊന്നും വേണ്ട. അതെ അതെ. ഇവര് പറഞ്ഞാണെങ്കിൽ
600 രൂപ മുതൽ 4800 രൂപ വരുന്ന കർട്ടൻസ് ഇവിടെ എടുത്താണ്. ഇതിൽ 4800 രൂപയുടെ കർട്ടൻസ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് എംബ്രോയിഡറി വർക്ക് കൂടുതലാണ്. അപ്പോൾ അതിനൊരു റോയൽ ഫീലാണ്. ഫീൽ അനുസരിച്ച് അതിനുള്ള പ്രൈസിലും ആ ഒരു ഫീൽ കൊണ്ടിട്ടുണ്ട്. ഏതാണ് 4800 കർട്ടൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ റേഞ്ചിൽ വന്നത്, ഈ കാറ്റലോഗിൽ വന്നതെല്ലാം നമുക്ക് 4800 ആ റേഞ്ച് ആയിരിക്കും. ഫുള്ളി എംബ്രോയിഡറി ആണ്. ഇത് എത്ര ഹൈറ്റ് എത്ര വരുന്നത്? ഇത് 7 ഫീറ്റിന്റെ റേറ്റ് ആണ്. 7 ഫീറ്റിന്റെ ഹൈറ്റ് അല്ലേ? ഇത് ഈ ഒരു കളർ റെഡിയാണ് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്? ഇതെല്ലാം നമുക്ക് പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള ആണല്ലോ വരുന്നത്. ഒരു കട്ടന്റെ പ്രൈസ് ആണ് ഈ പറഞ്ഞ 4800. അത്രയ്ക്കും ആ ഒരു ക്ലോത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇതില് ഉപയോഗിച്ചേക്കുന്ന ത്രെഡ് സിൽക്ക് ത്രെഡ് ആണ് നമുക്ക് വന്നത്. അതുകൊണ്ടാണ് ഇതിന് റേറ്റ് ഇത്രയും കൂടുതൽ. ഓ, ത്രെഡിന് വ്യത്യാസമുണ്ട്. വാല്യൂ അനുസരിച്ച്, അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ അനുസരിച്ച് അതിന്റെ പ്രൈസ് വന്നേക്കാം. കർട്ടൻസ് കൂടാതെ നമുക്ക് ക്വിൽറ്റ്, ബെഡ് സ്പ്രെഡ്, ദോഹേഴ്സ് ആ മോഡൽസ് നമുക്ക് വന്നത്. ഇത് നമ്മൾ ബെഡ് സെറ്റ് ചെയ്തേക്കണം. ഇത് നമ്മൾ ഒരു ബെഡ് കവറും പ്ലെയിൻ ബെഡ്ഷീറ്റും കുഷൻ കവേഴ്സും വെച്ച് സെറ്റ് ചെയ്തേക്കണതാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഇതെല്ലാം ഇതിന്റെ മാമിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണ്. അതെ അതെ അതെ. ഇപ്പൊ ബ്ലോക്ക് പ്രിന്റ് എല്ലാം മാം തന്നെ പോയി പിക്ക് ചെയ്യണം തന്നെ ഓർത്തിന്റെ പോയി. ഈ ഒരു സൈഡിൽ വരാൻ നേരത്ത് ഇതെല്ലാം ബ്ലാങ്കറ്റ്സിന്റെ വരുന്നത്. ഇത് നമുക്ക് ബെഡ് കവേഴ്സ് ആയിട്ട് ബെഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ ഇത് ഡബിൾ ക്വിൽറ്റ് ആണ് വന്നത്. പിന്നെ ഇതെല്ലാം ബെഡ് സ്പ്രെഡ്. ഇതെല്ലാം ചന്ദേരി സിൽക്കിൽ വന്ന ബെഡ് സ്പ്രെഡ് ആണത്. ചന്ദേരി സിൽക്കിൽ വരുന്നത്. അതെ. പിന്നെ ഇത് സിംഗിൾ ക്വിൽറ്റ് ആണ് വന്നത്. സിംഗിൾ ക്വിൽറ്റിൽ തന്നെ നമുക്ക് വെൽവെറ്റിന്റെ ബ്ലാങ്കറ്റും വന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ജൂട്ട് ബെഡ് സ്പ്രെഡാ വന്നത്. അതെ, ജൂട്ടിൽ തന്നെ ബെഡ് സ്പ്രെഡ് വന്ന മോഡൽ. ഇതെല്ലാം ജൂട്ടാണ്. പിന്നെ ഇത് വോഫിളിൽ വന്ന ബെഡ് സ്പ്രെഡ് ആണത്. പല തരത്തിൽ വരുന്നുണ്ട്. ചന്ദേരി സിൽക്ക് വരുന്നുണ്ട്, ജൂട്ടിൽ വരുന്നുണ്ട്. ഇത് വോഫിളിൽ വന്നതാണിത്. പിന്നെ ഇതെല്ലാം ദോഹേഴ്സ് നമുക്ക് സമ്മർ ക്വിൽറ്റ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. ഓരോ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. അതെ അതെ. അത് തന്നെ നമുക്ക് ഡബിളിലും വരുന്നുണ്ട്, സിംഗിളിലും വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഇരിക്കണതെല്ലാം നമുക്ക് ടവൽസ്, കോസ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ ഓൺ ആയിട്ട് ചെയ്യണത്. ഹക്കോബയിൽ വന്ന മോഡൽസ്. പിന്നെ ഈ സെക്ഷൻ ഫുൾ ചെയർ ബാഗ്സ് ആണ് വന്നത്. ചെയർ ബാഗും സോഫ ത്രോയും ആണ് നമുക്ക് വരുന്നത്. സോഫ ത്രോ തന്നെ നമുക്ക് ദിവാന്റെ ത്രോ വരുന്നുണ്ട്. പിന്നെ 3 സീറ്ററിന്റെ ചെറിയ സോഫയുടെ ത്രോയും വരുന്നുണ്ട്. ഇത് ദിവാന്റെ ആണ് വരുന്നത്. പിന്നെ ക്രോഷയുടെ ചെയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം സോഫ ത്രോയിൽ കാറ്റഗറി വരുന്നല്ലേ? ഇത് ചെയർ ബാഗ് ക്രോഷേഡാ. ഇതെല്ലാം ത്രോസ വന്നത്. ഓക്കേ. ഇത് കാണുന്നത് വരുന്ന ഇത് ചെയർ ലൈനിൽ വരുന്ന അത് ചെയർ ബാഗ്സ് വന്നത്. സോഫ ത്രോ വരുമ്പോ ഇതേപോലെ വരും. കൊള്ളാലോ. നല്ല. എത്ര അതിന്റെ ലെങ്ത് വരുന്നത്? ഇത് നമുക്ക് 70 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. 70 ഇഞ്ച് ലെങ്ത് അല്ലേ? വിഡ്ത് വരുമ്പോ 50/70 ആണ് വരുന്നത്. സെക്ഷൻസ് എല്ലാം നമുക്ക് ടവൽസ് ആണ്. ടവൽസ് തന്നെ നമുക്ക് ഹാൻഡ് ടവലും വന്നുണ്ട്, ഫേസ് ടവലും വന്നുണ്ട്, നമുക്ക് ബാത്ത് ടവൽസും വന്നുണ്ട്. ബാത്ത് ടവൽസ് തന്നെ നമുക്ക് 2 സൈസിലായിട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ. അതെ, ഇത് ബർപ്പിംഗ് ടവലാണ് കിഡ്സിന്റെ വന്നത്. ഈ സെക്ഷൻ ഫുൾ നമുക്ക് കുഷിൻ കവേഴ്സ് നമുക്ക് ഇപ്പൊ റെഡി സ്റ്റോക്ക് നമുക്ക് 18-ന്റെ ഉണ്ട്, 16-ന്റെ ഉണ്ട്, പിന്നെ 12-ന്റെയും ഉണ്ട്. പിന്നെ കുഷിൻ കവേഴ്സ് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് കാറ്റലോഗ്സ് ഉണ്ട്. എംബ്രോയിഡറി വന്നതിലുണ്ട്, സോളിഡ്സ് വന്നതുണ്ട്, പിന്നെ അതുകൂടാതെ പ്ലെയിൻ വന്ന മോഡലും ഉണ്ട്. ഡാസിൽസ് വന്ന മോഡല്. പിന്നെ ഇതുപോലത്തെ ബ്ലോക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. നമുക്ക് കുഷിൻ കവേഴ്സ് ഒക്കെ ഒരു 200 ആണ് സ്റ്റാർട്ടിങ് വന്നത്. ഇതെല്ലാം ബ്ലോക്ക് പ്രിന്റ് വന്ന മോഡൽസ് ആണ്. ഇത് 200 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? അതെ. പിന്നെ ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് പിന്നെ ഇതെല്ലാം റണ്ണേഴ്സ് ആണ് വന്നത്. റണ്ണേഴ്സ് നമുക്ക് 4 സീറ്ററിന്റെ ഉണ്ട്, 6 സീറ്ററിന്റെ ഉണ്ട്, 8 സീറ്ററിന്റെ ഉണ്ട്, ടീപോയ് സൈസ് വന്നതുണ്ട്. പിന്നെ ജസ്റ്റ് സെൻട്രൽ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യണ മോഡൽസ് ഉണ്ട്. ഇത് നമുക്ക് 4 സീറ്ററിന്റെ ഒരു റണ്ണറാണ് വന്നത്. പിന്നെ നമുക്ക് പ്ലേസ് മാറ്റ് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. റണ്ണേഴ്സ് നമുക്കൊരു 400 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വന്നത്. അതെ അതെ. പിന്നെ ജൂട്ടിൽ വന്ന റണ്ണേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ജൂട്ടിലൊക്കെ വന്നതിന് നമുക്ക് ജസ്റ്റ് 650 ജസ്റ്റ് വന്നുള്ളൂ.
കൊള്ളാം, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരാൻ നേരത്താണ് ഈ സെക്ഷൻ ഫുൾ ടേബിൾ ക്ലോത്താണ് വന്നത്. ടേബിൾ ക്ലോത്ത് നമുക്ക് 8 സീറ്ററിന്റെ ഉണ്ട്, 6 സീറ്ററിന്റെ ഉണ്ട്, 4 സീറ്ററിന്റെ ഉണ്ട്, ടീപോയ് സൈസും വരുന്നുണ്ട് നമുക്ക്. ടേബിൾ ക്ലോത്തിന്റെ സൈഡില് ക്രോഷ്യ വർക്കാണോ? അതെ അതെ, ക്രോഷ്യ വർക്ക് വേണം. യെസ്, കൊള്ളാലോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് മാറിയണ്ട ആ ടേബിളിൻ്റെ. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇട്ട് കഴിയുമ്പോഴുള്ള ഇൻറ്റീരിയറിൻ്റെ ഭംഗി മാറണം. ഇത് ഒരെണ്ണം കൂടെ ഇട്ടേ, ഇതൊന്നും ഇട്ട് കാണിച്ചേ. ഓ, ഇത് വേറൊരു ഫീല്. അങ്ങനെ ഒരുപാട് ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കർട്ടൻസിനും അതുപോലെ ബെഡ്ഷീറ്റും ടേബിൾ ടോപ്പ് ഷീറ്റുകൾ കൊണ്ട് കൊള്ളാം. ഇപ്പം ഏത് കാറ്റഗറിയുള്ള ബെഡ്ഷീറ്റാണ്? നമുക്ക് ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് 780 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. സൈസ് ക്യൂൻ സൈസ് ആണ് 780 വന്നത്. കിങ് സൈസ് നമുക്ക് 880 ആണ് വന്നത്. ഓക്കെ. അപ്പം അതും ഈ കോട്ടൺ എംബ്രോയിഡറി എങ്ങനെയാണോ കാറ്റഗറി തിരിച്ചേക്കുന്നത്? നമുക്ക് ഇതെല്ലാം നമുക്ക് ഹാൻഡ്ലൂം മോഡൽ വന്ന ബെഡ്ഷീറ്റ്സ് ആ കിങ് സൈസിൻ്റെ. പിന്നെ ഇപ്പുറത്ത് വന്നത് ക്യൂൻ സൈസ് ആണ്. ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ 4 സൈഡ്സും പ്ലെയിൻ ബോർഡേഴ്സ് ആയിരിക്കും, നടുക്ക് പ്രിന്റ് ആയിരിക്കും നമുക്ക് വന്നത്. ഈ റാക്കിലുള്ളതെല്ലാം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സ് ആണ്. ബെഡ് റണ്ണർ പോലെ ഹക്കോബോ എന്ന മോഡൽസ് ആണ് ഇത് വന്നതെല്ലാം. ചുറ്റിനും വരുന്നത് അല്ലേ? അതെ അതെ അതെ. ബെഡ് റണ്ണർ പോലെ ഹക്കോബോ വരും, പില്ലോ കവറിലും ഹക്കോബോ ഉണ്ടാകും. സോഫ്റ്റ് കോട്ടൺ ആണ് ബെഡ്ഷീറ്റിന്റെ മെറ്റീരിയൽ. ബെഡ്റൂം ഇന്റീരിയർ ഭംഗിയാക്കിയാലും ആ ബെഡ്ഷീറ്റുകൾ പ്രോപ്പർ അല്ലെങ്കിൽ ആ ഇന്റീരിയറിന്റെ ഭംഗി മൊത്തം പോകും. എംബ്രോയിഡറി ബെഡ്ഷീറ്റ് 1800 ആണ് നമുക്ക് സ്റ്റാർട്ടിങ്. എംബ്രോയിഡറി എന്ന ബെഡ്ഷീറ്റ് സിംഗിൾ സൈസിൽ അവൈലബിൾ. പിന്നെ ക്യൂൻ സൈസ് ഒക്കെ വരുമ്പോൾ 2200. അതൊക്കെ നമുക്ക് മെഷീൻ എംബ്രോയിഡറി എന്ന മോഡൽസ് വന്നത്. ഇതെല്ലാം ബെഡ് സ്പ്രെഡാ വന്നത്. ഇതെല്ലാം ബെഡ് സ്പ്രെഡിൽ തന്നെ നമുക്ക് ജൂട്ടിൽ വന്നതുണ്ട്, വോഫിളിൽ വന്നതുണ്ട്, ജസ്റ്റ് ഹാൻഡ്ലൂം മെറ്റീരിയൽ ക്രോസ് സ്റ്റിച്ച് വന്ന മോഡൽസ് ഉണ്ട്. പിന്നെ ഈ ബെഡ് സ്പ്രെഡൊക്കെ ഇതെല്ലാം ആപ്ലിക്ക് വന്നത്. പിന്നെ ഇതെല്ലാം ഇത് പട്ടോള സിൽക്കാണിത്. ഇത് ബെഡ് സ്പ്രെഡ് പട്ടോള സിൽക്കിൽ വന്നതാണത്. അതിന്റെ കളർഫുൾ പാറ്റേൺ ആണ്. അതെ, പട്ടോള സിൽക്ക്. സെക്ഷൻ ഫുൾ ബാഗ്സ് ആണ് നമുക്ക് വന്നത്. ബാഗ് നമുക്ക് ടോട്ട് ബാഗ് വന്നുണ്ട്, പിന്നെ ഇതുപോലത്തെ ലാപ്ടോപ്പ് ബാഗ് വന്നുണ്ട്, പിന്നെ യൂട്ടിലിറ്റി ബാഗ്സ് ഉണ്ട്. യൂട്ടിലിറ്റി ബാഗ്സ് നമുക്ക് 3 പൗച്ചസിൻ്റെ സെറ്റായിട്ട് വന്നത്. പിന്നെ ഇതുപോലത്തെ ലഞ്ച് ബോക്സ് ബാഗും ഉണ്ട്. ഈ ടൈപ്പ് പോലത്തെ ലഞ്ച് ബോക്സ് ബാഗും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് നമുക്ക് മെറ്റീരിയൽ ക്വിൽറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് വരുന്നത്. കോട്ടൺ തന്നെയാണ്. പിന്നെ ഇത് ഡഫിൾ ബാഗ് വന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ട്രാവലിങ്ങിനൊക്കെ എല്ലാവരും ഡഫിൾ ബാഗ് തന്നെയാണ് കൊണ്ടുപോകണം. ഒത്തിരി സ്പേസ് ഉള്ള മോഡലാണ്. ഇതിന് നമുക്ക് 980 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നമുക്കിത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കറയായെന്ന് നമുക്ക് വിഷയം വന്നില്ല. ഇതൊക്കെ യൂട്ടിലിറ്റി ബാഗ്സ് ആണ് വന്നത്. പിന്നെ ഈ മോഡല് നമുക്ക് ടെഡ് ബേക്കർ ബാഗാണ് വന്നത്. അതുപോലെ ഒരു പൗച്ചും ഉണ്ടാകും, പിന്നെ സ്ലിങ്ങും ഉണ്ടാവും. ചെറിയ സ്ലിങ്ങും ഉണ്ടാവും, വലിയൊരു സ്ലിങ്ങും ഉണ്ടാവും. പിന്നെ കുർത്തീസാണ് നമുക്ക് വന്നത്. കുർത്തീസ് ഇതുപോലത്തെ ഷോർട്ട് ഇത് മോഡലും ഉണ്ട്, പിന്നെ ഇതിൽ ലോങ് കുർത്തീസ് ആയിട്ട് വരുന്നത്. അതെ അതെ അതെ. ഇപ്പൊ കൊച്ചിയിലെ ഈ വൈറ്റിലെ ജംഗ്ഷനിലുള്ള ഈ ഷോപ്പ് കൂടാണ്ട് മൂവാറ്റുപുഴയിലുണ്ടല്ലേ? അതെ, നമുക്ക് മൂവാറ്റുപുഴയിലും കൂടി ഉണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ് ഇത്തരം ഐറ്റംസുകളൊക്കെ മൂവാറ്റുപുഴയിലുണ്ട്. നമുക്ക് സെയിം ഐറ്റംസ് തന്നെ മൂവാറ്റുപുഴയിലും അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് എല്ലാം നടക്കുന്നത് കൊച്ചിയിലാണെങ്കിലും മൂവാറ്റുപുഴയിലാണ്. നമുക്ക് വലിയ സ്റ്റിച്ചിങ് യൂണിറ്റ് വന്നത് മൂവാറ്റുപുഴയിലാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം ഓൾട്ടറേഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ സ്റ്റിച്ചിങ് യൂണിറ്റിലും ചെയ്യും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പുതിയതായിട്ട് ഒരു 6 months ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടേബിൾ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ കട്ട് വർക്ക് തന്നെ മോഡൽസ് ഉണ്ട്, ടേബിൾ റണ്ണേഴ്സ്, ഹാൻഡ് ടവൽസ് ഉണ്ട്, കുട്ടിയുടുപ്പ് വന്നുണ്ട്, ചർച്ച് വെയിൽസ് വന്നുണ്ട് നമുക്ക്. എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. അതെ അതെ. ഇതൊക്കെ മസ്ലിൻ ക്ലോത്തിൽ വന്ന സ്മോക്കിംഗ് ചെയ്ത ബേബി ഫ്രോക്സാ. ഇത് ഫ്രീ സൈസാ വന്നത്. നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാം നല്ല രീതിക്ക്. കുട്ടികളുടെ പ്യൂർ കോട്ടണില്, സോഫ്റ്റ് കോട്ടണിലാണോ വരുന്നല്ലോ? അതെ, മസ്ലിൻ ക്ലോത്തിന്റെ ഉണ്ട്, പ്യൂർ കോട്ടന്റെയും ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുണ്ട്. ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞു തന്നെ ഓരോ കാറ്റഗറിയിലുണ്ട്. അപ്പൊ പലപ്പോഴും എല്ലാവർക്കും കോട്ടൺ, പ്യൂർ കോട്ടൺ ലിനനിൽ വരുന്ന കർട്ടൺസ്, ബെഡ് സ്പ്രെഡ്, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ് ഇതെല്ലാം അന്വേഷിക്കാറുണ്ട്, പ്രിന്റഡ് എംബ്രോയിഡറി. അപ്പൊ അതെല്ലാം കാണാൻ സാധിച്ചു, വളരെ സന്തോഷം.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീടിൻ്റെ ഇന്റീരിയർ മാച്ചിങ് ഉള്ള എല്ലാത്തരം ഐറ്റംസുകളും ഇവിടെ ലഭിക്കുന്നതാണ്. ഒരു വിൻഡോ കർട്ടൺ കൊണ്ട് എന്തെല്ലാം മാജിക്കുകളാണ് വീടിൻ്റെ ഇന്റീരിയറിന് മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളത് ഇവിടെ വന്നാൽ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ബൈ.